ഹലോ ഫ്രണ്ട്സ്, ഇത് കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. അപ്പോൾ തീർച്ചയായിട്ടും ഈ റൂബിക്സ് ക്യൂബ് എങ്ങനെ നമുക്ക് സൂപ്പറായിട്ട് സോൾവ് ചെയ്യാം, എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാമെന്ന് പറയുന്ന ഒരു 10-12 എപ്പിസോഡ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോടൊപ്പം അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കറക്റ്റായിട്ട്, ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന എപ്പിസോഡ് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂബിക്സ് ക്യൂബ് നല്ല എഫക്റ്റീവായിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. അൽഗോരിതം ഉപയോഗിച്ച് റൂബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അൽഗോരിതം വെച്ച് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല, എളുപ്പത്തിൽ ചെയ്യണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ നമ്മൾ അൽഗോരിതം ഉപയോഗിച്ച് സോൾവ് ചെയ്താലേ നമുക്ക് റൂബിക്സ് ക്യൂബ് യഥാർത്ഥ ഒരു ക്യൂബർ ആകാൻ സാധിക്കുള്ളൂ. നമുക്ക് വളരെ സ്പീഡപ്പ് ആയിട്ട് നമ്മുടെ സ്പീഡ് ക്യൂബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ അൽഗോരിതം മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ റൂബിക്സ് ക്യൂബ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാമെന്നുള്ള വീഡിയോസിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കണ്ട് പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഞാൻ ചെയ്ത വീഡിയോ കാണുമല്ലോ അല്ലേ? അപ്പോൾ സിഷ്